QR കോഡ് തട്ടിപ്പ് അതാണ് കേരളത്തിലെ പുതിയ ട്രെൻഡ്. അതിന് കാരണമാവട്ടെ നടൻ ശ്രീ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ OBYOC എന്ന സ്ഥാപനത്തിൽ QR കോഡ് തട്ടിപ്പ് നടന്നു എന്ന് അവർ പോലീസിന് നൽകിയ ഒരു പരാതി. ദിയ കൃഷ്ണയുടെ ആരോപണം ഇതാണ്: തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരായ 3 പെൺകുട്ടികൾ സ്ഥാപനത്തിൻ്റെ QR കോഡിന് പകരം അവരുടെ സ്വന്തം QR കോഡ് നൽകി കസ്റ്റമേഴ്സിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപയോളം സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നാണ് പരാതി. എന്നാൽ ആരോപണ വിധേയരായ ഈ പെൺകുട്ടികളാകട്ടെ ദിയ കൃഷ്ണ ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങളുടെ QR കോഡ് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിൽ നിന്നും പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അധികം വൈകാതെ പുറത്തു വരും. ഇവിടെ എന്തായാലും ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ 3 ജീവനക്കാരും അവരവരുടെ QR കോഡ് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല. കാരണം നമുക്കറിയാം, ജീവനക്കാരെ മാത്രം വിശ്വസിച്ച് കടയേൽപ്പിച്ച് പോകുന്ന ധാരാളം കട ഉടമകളുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഈ ന്യൂസ് ഒരു ഷോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ദിയ കൃഷ്ണ എന്ന സെലിബ്രിറ്റിയുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു തട്ടിപ്പായി മാത്രം നമുക്കിതിനെ കാണാൻ കഴിയില്ല. സ്വന്തം സ്ഥാപനം സ്റ്റാഫിനെ മാത്രം ഏൽപ്പിച്ചു പോകുന്ന എല്ലാ കട ഉടമകൾക്കുമുള്ള ഒരു വേക്കപ്പ് കോളാണിത്. സ്ഥാപനങ്ങളിലെ QR കോഡുകൾ കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു പരിധിവരെ എങ്ങനെ കുറയ്ക്കാം എന്ന എൻ്റെ നിർദ്ദേശമാണ് ഈ വീഡിയോയിൽ. ഹായ്, എൻ്റെ പേര് ജിഷ്ണു. ഏവർക്കും വൈറ്റ് ഹാറ്റ് മണി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI എന്ന സ്ഥാപനം പണം കൈമാറുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത അതിനൂതനമായ ഒരു സംവിധാനമാണ് UPI അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇതിൽ ഏതൊരാൾക്കും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് നിഷ്പ്രയാസം പണം കൈമാറാൻ സാധിക്കും. ഇങ്ങനെ QR കോഡ് സ്കാൻ ചെയ്ത് നടത്തുന്ന എല്ലാ UPI മണി ട്രാൻസ്ഫറുകളും തന്നെ സേഫും സെക്യൂറുമാണ്. ഇവിടെ ഈ ദിയ കൃഷ്ണയുടെ കാര്യത്തിൽ തന്നെ UPI ട്രാൻസ്ഫറിൻ്റെ പിഴവ് കൊണ്ടല്ല ഈ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചത്. മറിച്ച് സ്ഥാപനത്തിൻ്റെ QR കോഡിന് പകരം ജീവനക്കാരുടെ QR കോഡ് നൽകിയാണ് കസ്റ്റമേഴ്സിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത്. ഇനി നിങ്ങളൊരു കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കൂ. അവർ സാധനം വാങ്ങിയതിന് ശേഷം അവരുടെ മുന്നിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നൽകി സാധനവുമായി പോകുന്നു. അവർക്കറിയില്ല അവരുടെ പണം ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതെന്ന്. കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇത്തരം തട്ടിപ്പുകൾ തടയാനുള്ള ആദ്യപടി. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. പല ചെറിയ കച്ചവട സ്ഥാപനങ്ങളിലും QR കോഡ് ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കാണാം. ഈ QR കോഡിനെ ജീവനക്കാർക്ക് വളരെ എളുപ്പത്തിൽ മാറ്റി പുതിയൊരു QR കോഡ് പ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ QR കോഡ് ലാമിനേറ്റ് ചെയ്ത് വയ്ക്കാൻ പരമാവധി ശ്രമിക്കുക. കഴിയുമെങ്കിൽ ഇത്തരം QR കോഡുകൾ നിങ്ങളുടെ ക്യാഷ് കൗണ്ടറിന് സമീപം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉറപ്പിക്കുക. ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നതിലൂടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഇതിനെ എടുത്തു മാറ്റാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നത് ലാമിനേറ്റഡ് സ്റ്റാൻഡുകളാണെങ്കിൽ അവയും കഴിയുമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫിക്സ് ചെയ്യാൻ കഴിയുമോ എന്ന് ഒന്ന് പരിശോധിക്കുക. അതുപോലെ കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു വാണിംഗും നിങ്ങൾ ഈ QR കോഡിന് സമീപം പ്രദർശിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് തന്നെ പ്രിൻ്റ് ചെയ്ത് തയ്യാറാക്കാം. ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ ഫോർമാറ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അറ്റൻഷൻ കസ്റ്റമേഴ്സ്, പ്ലീസ് എൻഷുർ ദാറ്റ് യു ആർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓൺലി ടു നിങ്ങളുടെ ഷോപ്പ് നെയിം, പിന്നെ നിങ്ങളുടെ UPI നെയിം. ഫോർ ദ സേഫ്റ്റി ആൻഡ് അവർ റെക്കോർഡ്സ് വി ഡു നോട്ട് അക്സെപ്റ്റ് പേയ്മെൻറ്റ്സ് വയ എനി അതർ പേഴ്സണൽ QR കോഡ്. ഇതുകൂടാതെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇഫ് യു ആർ ആസ്ക്ഡ് ടു സ്കാൻ എനി അതർ QR കോഡ് പ്ലീസ് റിപ്പോർട്ട് ടു ദി ഓണർ ഇമ്മീഡിയറ്റ്ലി. താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇത്തരത്തിലുള്ള ഒരു ബോർഡ് നിങ്ങളുടെ സ്ഥാപനത്തിൽ കാണുമ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് തീർച്ചയായും ഒന്നുകൂടി അലേർട്ടാവും. ഇനി നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു 200 രൂപയിൽ താഴെ അഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ UPI സൗണ്ട് ബോക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വാങ്ങി വയ്ക്കാം. ഇന്ന് ധാരാളം സ്ഥാപനങ്ങൾ ഇത്തരം സൗണ്ട് ബോക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. വിപണിയിൽ പ്രധാനമായും Paytm, ഫോൺപേ, ഭാരത് പേ എന്നിവയുടെ സൗണ്ട് ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് എല്ലാം നൽകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങളുടെ ബില്ലിംഗ് സിസ്റ്റത്തെ UPI ഇൻ്റർഫേസുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ ഒരു പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ബില്ല് ജനറേറ്റ് ചെയ്യുകയുള്ളൂ. ഇതെല്ലാമാണ് QR കോഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഇതിനു പുറമെ നിങ്ങളുടെ ക്യാഷ് കൗണ്ടറിന് സമീപം CCTV ക്യാമറകൾ സ്ഥാപിക്കുക.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദിവസേനയുള്ള നിങ്ങളുടെ സെയിൽസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ സ്വന്തമായോ അല്ലെങ്കിൽ ആരെങ്കിലും ഹയർ ചെയ്തോ നിർബന്ധമായും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇവിടെ ദിയാകൃഷ്ണയുടെ കേസിൽ തന്നെ ആ ഒരു കാര്യത്തിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ സെയിൽസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. കാരണം UPI ട്രാൻസാക്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള എമൗണ്ടിൻ്റെ ഡെയിലി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ സ്ഥാപനത്തിൽ 10,000 രൂപയുടെ കച്ചവടം നടന്നു എന്നിരിക്കട്ടെ. ഇതിൽ 8,000 രൂപ UPI പേയ്മെൻറ്റ് വഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ 2,000 രൂപയായിരിക്കും ക്യാഷ് ബാലൻസ് എന്നുള്ളത് ഒരു സിമ്പിൾ മാത്തമെറ്റിക്സ് ആണ്. അതുകൊണ്ട് ഒരു കടയുടമ എന്ന രീതിയിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഡെയിലി ക്യാഷ് ട്രാൻസാക്ഷൻസ് മോണിറ്റർ ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. അത് പ്രോപ്പറായി ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക തന്നെ വേണം. ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ടെക്നോളജി ഈസ് പവർഫുൾ only when it is used in the right way. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ജയ് ഹിന്ദ്.